ഇന്ത്യൻ വാഹന ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് ഫിയറ്റ് പത്മിനി. മലയാളി മനസ്സുകളിലും ഈ കാറിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ആണ് ഫിയറ്റുമായി സഹകരിച്ച് ഈ കാർ ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നത്. 1964 ഫിയറ്റ് 1100 ഡിലൈറ്റ് എന്ന പേരിലാണ് ഈ കാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. പിന്നീട് 1974 മുതൽ ഇത് പ്രീമിയർ പത്മിനി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. 14-ാം നൂറ്റാണ്ടിലെ രാജപുത്ര രാജകുമാരിയായ പത്മിനിയുടെ പേരിലാണ് ഈ കാർ അറിയപ്പെടുന്നത്. താമരയിൽ ഇരിക്കുന്നവൾ എന്നർത്ഥം വരുന്ന ഈ പേര് ലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് സാധാരണമായി ഉപയോഗിച്ചിരുന്ന ഒരു പേരായിരുന്നു പത്മിനി. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ കാറുകളിൽ ഒന്നായിരുന്നു പ്രീമിയർ പത്മിനി. ചെറുപ്പക്കാർ, സെലിബ്രിറ്റികൾ, സ്ത്രീകൾ എന്നിവർക്കിടയിൽ ഇത് വലിയ പ്രചാരം നേടി. രജനീകാന്ത്, മമ്മൂട്ടി, അമീർ ഖാൻ തുടങ്ങിയ പല സൂപ്പർ താരങ്ങൾക്കും അക്കാലത്ത് പ്രീമിയർ പത്മിനി സ്വന്തമായി ഉണ്ടായിരുന്നു. ഇന്ത്യൻ വിപണിയിൽ ഹിന്ദുസ്ഥാൻ അംബാസഡറും സ്റ്റാൻഡേർഡ് ഹെറാൾഡുമായിരുന്നു പത്മിനിയുടെ പ്രധാന എതിരാളികൾ. 1089 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരുന്നു പ്രീമിയർ പത്മിനിയിൽ ഉപയോഗിച്ചിരുന്നത്. 47 bhp പവറും 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ആയിരുന്നു. പ്രധാനമായും പിൻചക്രങ്ങളിലേക്കായിരുന്നു ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത്. മുംബൈയിൽ കാളി പീലി എന്നറിയപ്പെടുന്ന ടാക്സികളായി പ്രീമിയർ പത്മിനി ധാരാളമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നതോടെ ഇവ ഘട്ടം ഘട്ടമായി ഇല്ലാതായി. 70കളിലും 80കളിലും ഇറങ്ങിയ നിരവധി മലയാളം സിനിമകളിൽ കൊച്ചമ്മമാർ പ്രീമിയർ പത്മിനിയിൽ വന്നിറങ്ങുന്ന രംഗങ്ങൾ സാധാരണമായിരുന്നു. 2001 പ്രീമിയർ പത്മിനിയുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്തി. ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ വാഹന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് ഫിയറ്റ് പത്മിനി. പല മലയാളികളുടെയും ഓർമ്മകളിൽ ഈ കാറിന് ഇന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്.